ക്ഷമ പോലീസ് ആസ്ഥാനത്ത് നിന്ന് പോലീസിൻ്റെ ഫയലുകൾ അടിച്ചുകൊണ്ട് പോയി. അതെടുത്തുകൊണ്ട് പോകുന്നു, കോപ്പി എടുക്കുന്നു, തിരിച്ചതുപോലെ കൊണ്ടുവയ്ക്കുന്നു. അതായത് പോലീസ് ആസ്ഥാനത്ത് പോലും അത്ര സുരക്ഷിതമായിട്ടല്ല ഒരു സാധനവും സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? അവിടുന്ന് അടിച്ചുകൊണ്ട് പോകുന്നത് പോലീസുകാർ മാത്രമേ ഉള്ളൂ അവിടെ. അത് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഭരിക്കുന്ന ഇടം, DGP ഇരിക്കുന്ന ഇടം. അവിടുന്ന് ഫയൽ അടിച്ചുകൊണ്ട് പോവുക, അത് കോപ്പിയൊക്കെ എടുത്ത് കൊണ്ടുപോയി കോപ്പി എടുക്കുന്നു, തിരിച്ചതുപോലെ കൊണ്ടുപോയിക്കുന്നു. മലപ്പുറം വരെ കൊണ്ടുപോയി. മലപ്പുറത്ത് കൊണ്ടുപോയി. ആരും അറിഞ്ഞതുമില്ല. ആരും അറിഞ്ഞില്ല. ഇപ്പോഴാണ് അറിയുന്നത്. പോലീസ് ആസ്ഥാനത്ത് നിന്ന് ഈ സന്ദീപാനന്ദീരിയുടെ ഹോം സ്റ്റേ കത്തിച്ച കേസ്, അതിന്റെ ഫയലാണ് കൊണ്ടുപോയത്. അതിന്റെ ഫയൽ അൻവറിന്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തു. അൻവറിന്. അപ്പോൾ അൻവർ നിസാര പുള്ളിയല്ല. അൻവറിന് പോലീസ് ആസ്ഥാനത്ത് വരെ പിടിയുണ്ട്. എനിക്ക് പോലീസ് ആസ്ഥാനത്ത് നിന്നും പിടിയുണ്ടെന്ന് പറയുന്നത് ഇത് ഇന്റലിജൻസിന്റെ റിപ്പോർട്ടാണ്. കൺട്രോൾ റൂമിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ഇവിടെ നിന്ന് ഫയല് മലപ്പുറത്ത് കൊണ്ടുപോയി അൻവറിന് കൊണ്ടുപോയി കൊടുത്തിട്ട് അത് കോപ്പി എടുത്ത് കൊണ്ടുപോയി കൊടുത്തിട്ട് ഇവിടെ തിരിച്ചു കൊണ്ടുവന്നു. സാധനം ഇവിടെ രഹസ്യമായിട്ട് തിരിച്ചു കൊണ്ടുവന്ന് വെക്കുകയും ചെയ്തു. അങ്ങനെയാണ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ റിപ്പോർട്ട് അൻവറിന് കിട്ടിയത്. ആ റിപ്പോർട്ടാണ് അൻവർ എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. ഇതിപ്പോൾ ഇന്റലിജൻസ് ആണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഈ ഉദ്യോഗസ്ഥന്റെ യാത്രാ വിവരങ്ങൾ ഇപ്പോൾ അന്വേഷണ സംഘം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഉദ്യോഗസ്ഥൻ മാത്രമല്ലെന്നേ, പോലീസിൽ ഒരു വലിയ ലിസ്റ്റ് തന്നെയുണ്ട് അൻവറിന്റെ ആൾക്കാർ, വലിയൊരു ലിസ്റ്റ്. അത് നമ്മൾ കണ്ടല്ലോ, മറ്റേ SP സുജിത് ദാസ് ഒക്കെ കാല് പിടിക്കുന്നത്. അതെ, എനിക്ക് DGP ആയിട്ട് റിട്ടയർഡ് ചെയ്യേണ്ടതാണ്, MLA എങ്ങനെയെങ്കിലും എന്നെ കേസിൽ നിന്ന് ഊരി തരണമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു SP റാങ്കിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ MLA കാല് പിടിക്കാന്നൊക്കെ പറയുന്നത് ആ ദുര്യോഗം നമ്മൾ ഓർത്താൽ മതി. പിന്നെ അൻവർ ആരാന്നുള്ളത് നമുക്ക് മനസ്സിലാവും. രണ്ടാമത്തെ കാര്യം, ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ പട്ടിക, അൻവറുമായിട്ട് രഹസ്യബന്ധം പുലർത്തുന്ന ഉദ്യോഗസ്ഥരുടെ പട്ടിക ഇന്റലിജൻസ് കൊടുത്തു. ഇന്റലിജൻസ് അവിടെ കൊടുത്തു. പിന്നെ മൂന്നാമത്തെ, സ്വർണ്ണക്കടത്ത് നടത്തിയിട്ടുള്ളവരെ കൊണ്ട് ചാനലിലേക്ക് പറഞ്ഞു വിടിയിച്ച് ഇന്റർവ്യൂ കൊടുപ്പിച്ചത് പോലീസുകാരാണ്. ഇന്റലിജൻസിന്റെ റിപ്പോർട്ടാണ്. ഇവർക്കെല്ലാം എതിരെ നടപടിയെടുക്കണം എന്നതാണ്, അതിനുള്ള തിരക്കിട്ട ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇവിടുന്ന് സ്വർണ്ണക്കടത്ത് നടത്തിയിട്ടുള്ളവർ അവർ പറയുന്നു ഞങ്ങളുടെ പക്കൽ നിന്നും ഡാൻസ് ഓഫ് ടീം സ്വർണം തട്ടിയെടുത്തിട്ടുണ്ടെന്ന്. ഇത് ചെന്ന് ചാനലിൽ പറയണം. ഈ നിർദ്ദേശം കൊടുക്കുന്നത് ഉദ്യോഗസ്ഥരാണ്, പോലീസ് ഉദ്യോഗസ്ഥരാണ്. പിന്നെ അതുപോലെ തന്നെ ഈ അൻവറിന്റെ ആരോപണത്തെ തുടർന്ന് മലപ്പുറത്ത് ഈ ശശിധരൻ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരെ എല്ലാം മാറ്റിയിരുന്നു. അതിൽ കുറച്ചുപേരെ മാറ്റുന്നതിൽ അൻവറിന്റെ ടീം പരാതി പറഞ്ഞു. ആ പരാതി പറഞ്ഞു കുറച്ചുപേരെ മാറ്റുന്നതിനകത്ത് ഇവർ പരാതി പറഞ്ഞ ആളുകളെയും ഇപ്പൊ നിരീക്ഷണത്തിലാണ്. അതായത് എന്റെ ഒരു സംശയം എന്ന് പറഞ്ഞാല് അതിലേക്ക് വരാം. ഈ അൻവറിന് എങ്ങനെ ഇത്രയും സ്വാധീനം പോലീസിലുണ്ടായി? അത്ഭുതപ്പെടുത്തിയാണ്. ഞാനും ആലോചിക്കുകയാണ്. ഒരു സാധാരണ MLA എന്ന് നമ്മൾ ഇപ്പോഴാണല്ലോ അൻവർ നേരത്തെയും ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നുണ്ട്. അത് അങ്ങനെ ആ ഗൗരവത്തിലെ ആളുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതെ അതെ അതെ. ഇപ്പോൾ 2-3 ആഴ്ചയായിട്ടാണ് മുഖ്യമന്ത്രിക്കെതിരെയൊക്കെ തിരിച്ചപ്പോഴാണ് അൻവറിനെ ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. വാർത്താ പ്രാധാന്യം വലിയ രീതിയിൽ ഉണ്ടാവുകയും ചെയ്തു. പക്ഷെ അങ്ങനെയുള്ള ഒരു MLA, ആ MLAക്ക് പോലീസിൽ ഇത്രയും സ്വാധീനം ഉണ്ടാകണമെങ്കിൽ അദ്ദേഹത്തിന്റെ പിന്നിലും ആരെങ്കിലും ഒക്കെ ഉണ്ടാവില്ലേ? അല്ലെങ്കിൽ ഒരു ഗൂഢാലോചനയോ അങ്ങനെ ഒരു പദ്ധതിയോ ഒക്കെ ഉണ്ടാകത്തില്ലേ? ഇപ്പൊ പിണറായി തന്നെ പറഞ്ഞല്ലോ, തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ പിന്തുണയാണ് എന്നാണല്ലോ പിണറായിയും പാർട്ടിയും ഒക്കെ പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞാനത് പച്ചവളിച്ചുകൊണ്ടെന്ന് പോലീസിൽ. നമ്മളല്ല, ഇവിടുത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് പറഞ്ഞതാ. ഇവിടെ ADGP ഇവിടെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് വന്നതാ ഈ സാധനത്തിൽ. അങ്ങനെ കുറെ പോലീസുകാരെ പിടിച്ച് പുറത്താക്കിയതാ ഇവിടെ നിന്ന്. ഇത് നല്ലൊരു ശതമാനം നല്ലൊരു വിഭാഗത്തിൽ ഈ പച്ചവളിച്ചുണ്ടെന്നേ. ഇവിടുന്ന് ഫയൽ അടിച്ചുകൊണ്ട് പോവുക. ഒന്ന് ആലോചിച്ചു. സന്ദീപാനന്ദഗിരിയുടെ കേസ് അന്വേഷിച്ച റിപ്പോർട്ടിന്റെ, അതായത് പേട്ടയിൽ നിന്ന്, പേട്ട ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിൽ നിന്നാണ് പോലീസ് ആസ്ഥാനത്തെ ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിലേക്ക് ഈ സാധനം വന്നത്. ഇത് മെയിൽ കിടക്കുന്ന സാധനമാണ്. ഈ മെയിലിൽ നിന്ന് പ്രിന്റ് എടുത്ത് അത് രഹസ്യരേഖയായി അവിടെ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു പോലീസ് ആസ്ഥാനത്ത്. അവിടുന്ന് എടുത്തുകൊണ്ട് കളഞ്ഞത്. അവിടുന്ന് എടുത്ത് മലപ്പുറത്ത് കൊണ്ടുപോയി കൊടുത്തിട്ട് തിരിച്ചു കൊണ്ടുവന്നു. ചേട്ടാ, ഇവിടെ എന്താണ് നടക്കുന്നത്? അൻവറിനോടാണ് കൂറ്. അൻവറിനോടാണ് ഇവർക്കൊക്കെ കൂറ്. ഇതിനകത്തെ ഈ സ്വർണം, ഇത് അടിസ്ഥാനപരമായിട്ട് ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട ഇന്റലിജൻസ് റിപ്പോർട്ട്, കുറെ ഉദ്യോഗസ്ഥർക്ക് ഈ സ്വർണ്ണ തട്ടിക്കലുമായി ബന്ധമുണ്ടെന്ന്.
ഉദ്യോഗസ്ഥർക്ക് ഇന്റലിജൻസ് സ്വാഭാവികമായിട്ടും ഉണ്ടാവില്ല. ആളുകൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. കുറച്ച് ഉദ്യോഗസ്ഥർക്ക് അതും ഉണ്ട്. ഉണ്ട്. ചുരുക്കം പറഞ്ഞാൽ മിക്കവാറും നല്ലൊരു വിഭാഗം പോലീസുകാരെ പിരിച്ചുവിടേണ്ട അവസ്ഥയാണ്. പോലീസുകാർക്കെതിരെ നടപടി വരുമോ? അങ്ങനെ നടപടി ഉണ്ടാവുമോ? നടപടിയെടുക്കാൻ സാധ്യതയുണ്ട്. പിന്നെ കാരണം ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ സാധാരണഗതിയിൽ നടപടിയിലേക്കൊന്നും പോകുന്ന നമ്മൾ കാണുന്നില്ല. നടപടി ഉണ്ടാവും. ഈ നടപടി എടുക്കാതിരിക്കാൻ പറ്റത്തില്ല. എന്തെന്ന് പറഞ്ഞാൽ രഹസ്യ രേഖയൊക്കെ എടുത്തുകൊണ്ട് പോകാന്ന് വെച്ചാൽ പോലീസിന്റെ, ഞാൻ അന്നേ പറഞ്ഞില്ലേ, ഇത് ചോർത്തിയതിന് പിന്നിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ കാണും. അല്ലാതെ അൻവറിന് ഈ നെറ്റ്വർക്കിൽ കയറി കളിക്കാൻ പറ്റത്തില്ല. പോലീസിന്റെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള നെറ്റ്വർക്കിൽ നിന്നാണ് ഇത് അങ്ങോട്ട് ചെയ്തു കൊടുത്തത്. ആ സാധനം അവിടെ പോലീസ് ആസ്ഥാനത്ത് സൂക്ഷിച്ചിരിക്കുന്ന സാധനം ഒരു കാരണവശാലും അൻവറിനെടുത്ത് ഫേസ്ബുക്കിൽ ഇടാൻ പറ്റത്തില്ല. അൻവർ പിന്നെ ആകാശത്ത് നിന്ന് പിടിച്ചെടുക്കും ഈ സാധനം. പല രേഖകളും അൻവറിന്റെ കയ്യിലുണ്ടായിരിക്കും, അല്ലെങ്കിൽ പല രേഖകളും അൻവറിന്റെ കയ്യിലുണ്ട്. അൻവർ ഇത്രയും ഇത്രയും ധൈര്യം അൻവർ കാണിക്കത്തില്ല. ആഭ്യന്തര വകുപ്പിനെതിരെ ഇത്രയും ശക്തമായി പറയത്തില്ല, പോലീസിനെതിരെ പറയത്തില്ല. പ്രത്യേകിച്ച് അജിത് കുമാറിനെതിരെ വളരെ ശക്തമായിട്ട്, പി ശശിക്കെതിരെ പറയുന്നു. ഇതൊക്കെ പറയണമെങ്കിൽ ഇത് ഇത്രയും ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് വന്ന സ്ഥിതിക്ക് അൻവറിന് കോൾ റെക്കോർഡിങ്ങും ഇവർ കൊടുത്തു കാണും. അതായത് അൻവർ ചോർത്തിയതല്ല, അൻവറിന് ഇവര് ചോർത്തിയിട്ട് അൻവറിന് കൊടുത്തു കാണും. അതും ഈ പറയുന്ന പോലെ ഈ വാട്സപ്പിലൊന്നും അയച്ചു കൊടുക്കില്ല. മറ്റെന്തെങ്കിലും സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഈ കാര്യം ചെയ്തു കൊടുത്തു കാണും. അതാണ് ഈ അൻവർ പറയുന്ന കോൾ റെക്കോർഡിങ്. ഉന്നത ഉദ്യോഗസ്ഥരുടെ കോൾ റെക്കോർഡിങ് എന്റെ പക്കലുണ്ടെന്നാണല്ലോ പറഞ്ഞത്. ഇപ്പൊ അത് മാറ്റി പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞത് എന്നോട് സംസാരിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ റെക്കോർഡിങ്സ് എന്റെ കയ്യിലുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതെന്നാണ് രണ്ടാമത് അദ്ദേഹം തിരുത്തിയത്. പക്ഷെ ആദ്യം അദ്ദേഹം അങ്ങനെയല്ല പറഞ്ഞു. ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒക്കെ ഫോൺ ഞാൻ ചോർത്തിയിട്ടുണ്ട്, ഇനിയും ഞാൻ ചോർത്തും എന്നാണ് പറഞ്ഞത്. അൻവറിന് അങ്ങനെ കയറി പോലീസിന്റെ ഈ ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിൽ കയറാൻ പറ്റില്ല. അൻവർ എന്ന് പറയുന്ന MLA കൊണ്ട് അങ്ങനെ എളുപ്പത്തിൽ, അൻവർ എന്നല്ല ആരെ കൊണ്ട് എളുപ്പത്തിൽ അത് പറ്റില്ല. ഇത് സഹായിക്കണമെങ്കിൽ, അത് ചെയ്യണമെങ്കിൽ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ നേരത്തെ തന്നെ ഈ കാര്യത്തിൽ 2 SP-മാരും 4 DYSP, അല്ല 2 SP-മാരും ക്ഷമിക്കണം, ഒരു SP-യും 3 DYSP-മാരും സംശയത്തിന്റെ ഇതിലാണ്. അവരെ ഇത്രയും പേരെയും സംശയത്തിലാണ് പോലീസ് നിർത്തിയിരുന്നത്. ഈ അൻവറിന് രേഖകൾ ചോർത്തി കൊടുക്കുന്ന ഇവരാണോ എന്ന സംശയം നേരത്തെ തന്നെ ഇവർക്കുണ്ട്. അത് വെച്ചിട്ടാണ് ഇന്റലിജൻസിന്റെ അന്വേഷണം ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഇത് ഞെട്ടിക്കുകയാണ് ഓരോ സാധനങ്ങൾ. തീർച്ചയായിട്ടും വെറുതെ ഉള്ള കളിയൊന്നും അല്ല. അൻവർ വെറുതെ കളിക്കുകയല്ല. അൻവറിനെ അങ്ങനെ നിസാരക്കാരനായി കാണാനും പറ്റില്ല. അൻവർ ആവാതിരിക്കുകയൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ എന്താ പറയാ, പൊതുസുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇവിടുത്തെ പൊതുസുരക്ഷയെ ബാധിക്കുന്ന, നമ്മുടെ യാതൊരു സുരക്ഷിതത്വവും ഇല്ലാത്ത ഒരു പോലീസ് ആസ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാം. എന്താ പറയാ, ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്ത. DGPക്ക് വരെ അവിടെ സുരക്ഷ കൊടുക്കേണ്ട അവസ്ഥയാണെന്ന് തോന്നുന്നു. അവര് തമ്മിലടിയാണല്ലോ അവിടെ DGPക്ക് വരെ ഇത് കൊടുക്കണ്ടേ. DGP എത്ര തവണയാണെന്നറിയാമോ വിളിച്ചു വരുത്തിയത് MR അജിത് കുമാറിനെ. പുള്ളിക്ക് എങ്ങനെങ്കിലും MR അജിത് കുമാറിനെ കൈകാര്യം ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തില്ല പുള്ളി അവിടെ ഇരിക്കുന്നത്. പുള്ളിക്ക് MR-ഉമായിട്ടുള്ള അവര് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണ്. ആ ഒരു പ്രശ്നമേ ഉള്ളൂ അവിടെ നടക്കുന്നത്. അതിനിടെ ഞാൻ പറയുന്ന ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് പൊതുസുരക്ഷയാണ്. ഇത് ഇത്രയൊക്കെ ചെയ്തിട്ടുള്ള ഒരാൾക്ക് ഇതിലും അപ്പുറം ചെയ്യാൻ പറ്റും. ഇതിലും അപ്പുറം ചെയ്യാൻ പറ്റും. അവിടെ ഇരിക്കുന്നവർക്ക് ആരുടെ വേണമെങ്കിലും ചോർത്താം. അവിടെ ഇരിക്കുന്നവർക്ക് പോലീസ് വിചാരിച്ച ആരുടെയും കോൾസ് എടുക്കാം. നമ്മുടെ വേണമെങ്കിലും എടുക്കാം. അവർ വിചാരിച്ചാൽ മതി. അവർ നമ്മുടെ നമ്പറിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. നമ്മുടെ ഫോൺ നമ്പറിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. അവർ നമുക്ക് ആരാ വിളിക്കുന്നതെന്ന്, എന്താ സംസാരിക്കുന്നതെന്ന് ഒക്കെ അവരെടുക്കും. അവരെടുത്ത് കളയാം. അവർക്ക് അത്യാവശ്യം തോന്നിക്കഴിഞ്ഞാൽ അവരെടുക്കും. അതിലവർ പിന്നെ എന്താ പറയാ, ഇതൊന്നും നോക്കിക്കൊണ്ടിരിക്കത്തൊന്നുമില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പോലീസിനെ കൊണ്ട് സാധിക്കുമെന്നിരിക്കുക. ആ പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ട് CM-ന്റെ എടുപ്പിച്ചിട്ടുണ്ടെങ്കിലോ, CM-ന്റെ ഒക്കെ എടുപ്പിച്ചിട്ടുണ്ടെങ്കിലോ എന്തായിരിക്കും അവസ്ഥ? ഇത് നല്ല രീതിയിൽ ഇദ്ദേഹത്തിന്റെ കയ്യിൽ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതാണ് ഈ ധൈര്യം ഇങ്ങനെ കണ്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, അൻവറിന്റെ കയ്യിൽ കാര്യമായ ഒരു ബോംബുണ്ട്. പക്ഷെ ആ ബോംബ് പൊട്ടുമ്പോൾ അത് അൻവറിനെ കൂടെ ബാധിക്കുമെന്നേ ഉള്ളൂ. കാര്യം ഇവരിവിടെ വെറുതെ ഇരിക്കത്തില്ലല്ലോ. വലിയ ബോംബുണ്ടോ? ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ കൺട്രോൾ റൂമിൽ നിന്നുള്ള ഉദ്യോഗസ്ഥനെന്ന്, കൺട്രോൾ റൂം എന്ന് പറഞ്ഞാൽ എന്താ, അത് മൊത്തത്തിലുള്ള എല്ലാ നെറ്റ്വർക്കിലും കയറി കളിക്കുന്നവരവര്. കൺട്രോൾ റൂമിൽ ഇരിക്കുന്നവര് അവരുടെ എൻ്റെ പോലീസ് സംവിധാനത്തിലെ നെറ്റ്വർക്കിൽ കയറി കളിച്ചുകൊണ്ടിരിക്കുന്നവരവര്. അവർക്ക് എല്ലാവരുടെയും നമ്പേഴ്സ് ഉണ്ട്. എല്ലാ ഉദ്യോഗസ്ഥരുടെയും നമ്പേഴ്സ് ഉണ്ട്, ഫോൺ നമ്പർ ഉണ്ട് എല്ലാ ഉദ്യോഗസ്ഥരുടെയും അവരുടെ കയ്യിൽ. അങ്ങനെ ഒരു നെറ്റ്വർക്ക് ഇരിക്കുന്ന ഒരാളാണ് ഇത് സാധനം കൊണ്ടുപോയി കൊടുത്തിരിക്കുന്നത്. എന്തായാലും അത് മാത്രമല്ല, അൻവർ ഇപ്പോൾ ഇങ്ങനെ പര്യടനത്തിലാണ്. അതും കൂടെ പറഞ്ഞ് നമുക്ക് അങ്ങ് അവസാനിപ്പിക്കാം.
തൊണ്ടവേദന കാരണം 2 ദിവസം സംസാരിക്കില്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തോ കാര്യമായ ഭീഷണി വന്നിട്ടുണ്ട്. ഏയ് ഭീഷണിയൊന്നും അൻവർ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, അൻവറിന് എന്താ പറയാ, ബുദ്ധി കുറഞ്ഞ ഒരു ധൈര്യവാനാണ്. ബുദ്ധി കുറഞ്ഞ ഒരു ധൈര്യവാനാണ് അദ്ദേഹം. ഈ എടുത്തിരിക്കുന്ന ഈ സാധനം ഒന്നും എടുക്കേണ്ട കാര്യം എന്തിനാണ് അദ്ദേഹം ഇത്രയും പണിയെടുത്തേന്ന് മനസ്സിലാവുന്നില്ല. ഇതൊന്നും അതിനി വരും ദിവസങ്ങളിൽ അറിയാം എന്തിനാണ് സന്ദീപാനന്ദഗിരി തുളസിയുടെ ഹോം സ്റ്റേ കത്തിച്ചതിൽ അൻവറിന് ഇത്രയും താല്പര്യമൊന്നും. ശരി.